50 കോടി ക്ലബിൽ ഗുരുവായൂർ അമ്പലനടയിൽ. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. 50 കോടി ക്ലബിൽ ഗുരുവായൂർ അമ്പലനടയിൽ, 1000 കോടി ക്ലബിൽ മലയാള സിനിമയും. അങ്ങനെ മലയാള സിനിമയിൽ കളക്ഷൻ ചരിത്രം വീണ്ടും തിരുത്തിക്കുറിച്ച് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രം മുന്നോട്ട് നീങ്ങുകയാണ്. റിലീസ് ചെയ്ത് 5ാം ദിനത്തിൽ പൃഥ്വിരാജ് ബേസിൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ഈ ചിത്രം 50 കോടി ക്ലബിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. 2024 റിലീസ് ചെയ്ത മലയാള സിനിമകൾ ലോകമെമ്പാടും നിന്ന് 1000 കോടി കളക്ഷനും ഇതിനോടൊപ്പം തന്നെ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. മെയ് 16 റിലീസ് ചെയ്ത ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രം 5 ദിനങ്ങൾ കൊണ്ടാണ് 50.2 കോടി രൂപ നേടി ആ ഒരു നേട്ടത്തിലേക്ക് എത്തി മലയാള സിനിമയെ കൈപിടിച്ച് കയറ്റിയത്. കേരളത്തിൽ നിന്ന് 21.8 കോടി രൂപ കളക്ട് ചെയ്തപ്പോൾ ഇന്ത്യയിലെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് 4.2 കോടി രൂപയാണ് ചിത്രം നേടിയെടുത്തിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് 24.2 കോടിയാണ് ചിത്രം വാരിക്കൂട്ടിയത്. GCCയിലൊക്കെ ചിത്രത്തിന് വലിയ ജനസ്വാധീനമാണ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. കളക്ഷനും അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഒരു ബ്ലോക്ക് ബസ്റ്ററിൽ കുറഞ്ഞതൊന്നും തന്നെ ഈ ചിത്രം നേടുന്നില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. 100 കോടിയിലേക്ക് ഏറ്റവും അടുത്ത നാളുകളിൽ തന്നെ ചിത്രം നടന്നെടുക്കും. നേരത്തെ പൃഥ്വിരാജിന്റെ തന്നെ ആടുജീവിതമാണ് 4 ദിവസങ്ങൾ കൊണ്ട് 50 കോടി കളക്ഷൻ പിന്നിട്ട് റെക്കോർഡ് സൃഷ്ടിച്ച മറ്റൊരു ചിത്രം. ഇക്കൊല്ലത്തെ മറ്റ് ബ്ലോക്ക് ബസ്റ്ററുകളായ മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു എന്നീ ചിത്രങ്ങളുടെ ആദ്യ 2 ദിവസ കളക്ഷനേക്കാൾ കൂടുതൽ കളക്ഷനാണ് ഗുരുവായൂർ അമ്പലനടയിൽ കരസ്ഥമാക്കിയിരിക്കുന്നത്. മലയാളത്തിൽ ഈ വർഷം ഒരു ദിവസം ഏറ്റവും അധികം ഹൗസ്ഫുൾ ഷോകൾ നേടിയ ചിത്രവും ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തിന് ആണ് ആ റെക്കോർഡും നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഞായറാഴ്ച മാത്രം ചിത്രത്തിന് 720-ലേറെ ഹൗസ്ഫുൾ ഷോകളാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ 600 ഷോകളും കേരളത്തിലെയാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. 120 ഷോ ഔട്ട് ഓഫ് കേരളയുമാണ്. ജയ് 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 ഹേ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം വിപിൻ ദാസ് സംവിധാനം ചെയ്ത ഗുരുവായൂർ അമ്പലനടയിലിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ദീപു പ്രദീപാണ്. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പൃഥ്വിരാജും E4 എന്റർടൈൻമെന്റിന്റെ ബാനറിൽ മുകേഷ് ആർ മേത്തയും CV സാരഥിയും ചേർന്നാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. പൃഥ്വിരാജിനെയും ബേസിലിനെയും കൂടാതെ ചിത്രത്തിൽ മറ്റ് താരങ്ങളായി അവതരിച്ചിരിക്കുന്നത് നിഖില വിമലും, അനുസര രാജൻ, ജഗദീഷ്, രേഖ, ഇർഷാദ്, സിജു സണ്ണി, സഫ്വാൻ, കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, മനോജ് KU, ബൈജു, രമേശ് കോട്ടയം, അജു വർഗീസ്, അരവിന്ദ് ആകാശ്, ജോയ് മോൻ, അഖിൽ കാവാലിയൂർ, അശ്വിൻ വിജയൻ എന്നീ താരനിര തന്നെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. തമിഴ് താരം യോഗി ബാബുവിന്റെ ഒരു കാമിയോ അപ്പിയറൻസും ഈ ചിത്രത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ മലയാളത്തിലേക്കുള്ള അരങ്ങേറ്റ ചിത്രം കൂടിയായി മാറുകയായിരുന്നു ഇത്. ഛായാഗ്രഹണം നീരജ് രവിയാണ്, എഡിറ്റർ ജോൺ കുട്ടിയാണ്, സംഗീതം അങ്കിത് മേനോനാണ്. ഏതായാലും ചിത്രത്തിന്റെ സെറ്റിനെ കുറിച്ച് പറയാതിരിക്കാൻ തരമില്ല. സെറ്റ് ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് നിർമ്മാതാക്കൾ. മറ്റൊന്നും കൊണ്ടുമല്ല, ചിത്രത്തിന്റെ ഗുരുവായൂർ അമ്പലത്തിന്റെ സെറ്റ് തന്നെയാണ് ചിത്രത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഒരുപാട് പൈസ ചെലവിൽ ആ ഒരു സെറ്റ് ഇട്ടത്. അത്തരത്തിലുള്ള ഒരു രംഗം ഒരിക്കലും ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച്, അതും തിക്കും തിരക്കുമുള്ള അവസരങ്ങളിൽ വെച്ച് ഒരിക്കലും ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല. ചിത്രം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതൊരു ഗുരുവായൂർ അമ്പലമല്ല എന്ന് പറയാൻ തന്നെ സാധിക്കില്ല. അത്രത്തോളം ഒറിജിനാലിറ്റി ആയിട്ടാണ് ചിത്രത്തിന്റെ ആ ഒരു രംഗം നമുക്ക് കാണാനാവുക. അത്രയും ഗംഭീരം തന്നെയായിരുന്നു ചിത്രത്തിന്റെ ആ ഒരു ക്ലൈമാക്സ് ഷോട്ടും ഗുരുവായൂർ അമ്പല നടയും നമ്മൾ കണ്ടത്. ഏതായാലും ഈ സിനിമ വൻ വിജയത്തിലേക്കാണ് നീങ്ങുന്നത്. വലിയൊരു വിജയം തന്നെ ചിത്രം നേടിയെടുക്കും. വലിയ ഹിറ്റ് തന്നെയായി മാറും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.